ഹായ്, ഇത് നമ്മൾ വീട്ടിൽ വന്ന് കൂടിയ തേനീച്ചകൾ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പെട്ടിയിലൊക്കെ ഈച്ചകളുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ പാറിപ്പോയതാണ്. അങ്ങനെ കാലിക്കൂട്ടിൽ പിന്നെ വന്ന് കൂടിയ തേനീച്ച കൂട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് തുറന്ന് നോക്കുകയാണ്. കൂട് ഉള്ളിലൊക്കെ നല്ലോണം പലകും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പൊന്തിക്കുന്ന സമയത്തൊക്കെ നല്ല കുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് എടുക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം പൊന്തിച്ച് നോക്കണം. ഉള്ളിലൊക്കെ നല്ല പലകുണ്ട്, അതുകൊണ്ട് പൊന്തിച്ചിട്ടൊന്നും പൊന്തണില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ട് പുകയൊക്കെ അടിച്ചിട്ട് ഒന്ന് എടുക്കണം. അല്ലെങ്കിൽ നല്ല കുത്ത് കിട്ടും. ഉള്ളിക്കൊന്നും പുകടിക്കുള്ള പുറത്തേക്ക് ഈച്ചാൾ വരുന്നിടത്തൊക്കെ ഒന്ന് പുക കൊടുത്തിട്ട് എടുക്കണം. എന്തായാലും നല്ല തേൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. പൊന്തിച്ചിട്ടൊന്നും പൊന്തണില്ല. എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് കുത്ത് കിട്ടാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ സേഫ്റ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എടുക്കണം കേട്ടോ. പൊന്തലുണ്ട്. അത്യാവശ്യം ഫുള്ള് നിറഞ്ഞ് കിടക്കണം ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ നമ്മൾ റീപ്പറൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ചില സ്വന്തം ആരഷ്ടത്തിന് തന്നെ ഉണ്ടാക്കി വയ്ക്കണം. അങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഈ ചില പെട്ടിമലോടൊക്കെ തട്ടുമ്പോഴൊക്കെയാണ് കുത്തുക. നിറച്ച് തേനാണ്. ഫുള്ള് പലക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതലും മക്കളും ഉണ്ട്, തേനും ഉണ്ട്. 2-3 പലകയിലൊക്കെ തേന് കാണുന്നുണ്ട്. പിള്ളേരൊക്കെ ഈ പലകൊക്കെ ചാടിക്കഴിഞ്ഞാലൊക്കെ ഈ ചില നല്ലോണം കുത്തും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. നല്ല തേനുണ്ട്, മക്കളുമുണ്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് മക്കളില്ലാതൊക്കെ ഈ പെട്ടിക്ക് തന്നെ വെച്ച് കെട്ടി കൊടുത്തിട്ട് തേന് മാത്രം എടുക്കുക ചെയ്യണത്. ഇതേപോലെ തന്നെ അടിയിൽ ബ്രൂഡ് ചേമ്പർ ആ പെട്ടി കൊണ്ടൊന്ന് തുറന്ന് നോക്കണം. ഇതിന് തേനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള പുഴുക്കളെ മുട്ടയൊക്കെ അതിൽ അടിയത്തെ ബ്രൂഡ് ചേമ്പർക്ക് വെച്ച് കെട്ടി കൊടുക്കുക ചെയ്യുക.